ഹായ്, ഞാനേ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് പറയാനാണ് വന്നത്. അതായത് ഇന്ന് പുലർച്ചെ ഒരു 5 മണിക്ക് എനിക്ക് ഒരു സ്ത്രീ മെസ്സേജ് അയച്ചു. അതായത് അവരുടെ കുറച്ച് ഫോട്ടോസും കുട്ടിയുടെ ഫോട്ടോസും അവരുടെ വീടും. എന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ വലിയൊരു ട്രാപ്പിലാണ്, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നിനോ പറ്റുന്നില്ല എന്ന്. ഞാൻ മിനിഞ്ഞാന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണോ എന്താ അറിയില്ല, എനിക്ക് തുരിതരേ മെസ്സേജ് വിട്ടിട്ടുണ്ട്. വളരെ ബ്രൂട്ടൽ ആയിട്ടാണ്. അവരുടെ കയ്യിലും മേത്തൊക്കെ ഫുൾ പൊട്ടി നാശമാക്കി. എന്നിട്ട് ഹസ്ബൻഡ് എന്തോ കഞ്ചാവ് എന്തോ വലിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ പറയുന്നു. വളരെ ബ്രൂട്ടൽ ആയിട്ടാണ്. അപ്പൊ ഞങ്ങള് മെസ്സേജ് വന്നപ്പോ ആദ്യം ജസ്റ്റ് വലിയ രീതിയിൽ എടുക്കാൻ നോക്കിയത്, പക്ഷെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോ എന്തോരം ഡീപ്പായിട്ടാണ് ആ ഒരു പെണ്ണിനെ അടിച്ചൊരു ഭാഗത്തേക്ക് ആക്കിക്കണം. അതായത് ഫുഡൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ചെറിയൊരു കുട്ടിയുണ്ട്, ആ കുട്ടീന്റെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോ പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ ഈ ഒരു മെസ്സേജും അവർ പറഞ്ഞതും ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും അറിയുന്നതാണെങ്കിൽ അടുത്തുള്ളതാണോ അവരുടെ ഫോട്ടോ കാണിക്കണോ? അല്ല, ഫോട്ടോ കാണിക്കാതെ എങ്ങനെ മനസ്സിലാവുക? ഫോട്ടോ എന്തായാലും കാണിക്കണല്ലോ, അതല്ലെങ്കിൽ ആരെ എന്തെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി കിട്ടൂലല്ലോ. അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് എന്നോട് മറ്റുള്ളവരെ അറിയിക്കണമെന്ന്. ഇവരുടെ ഈ ഫോട്ടോ, അപ്പൊ നമ്മള് ഇവരുടെ ഫോട്ടോയും ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന വിധം നമ്മള് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഫോട്ടോ ഉണ്ട്, സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്, അവരുടെ പ്രൊഫൈൽ ID ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേത് ബ്ലഡിൽ നിൽക്കുന്നതാണ്, ബ്ലഡായിട്ട് നിൽക്കുന്നത്. അതൊരിക്കലും യൂട്യൂബിനകത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയൂല. വീഡിയോ ഓട്ടോമാറ്റിക്കലി റിജക്റ്റഡ് ആയിടും. അപ്പോ ഞാൻ എന്തായാലും ഇവരെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇതാരാണ് എന്താണെന്നൊന്നുമല്ല, ഞാൻ അവരോട് നമ്പർ വിടാൻ പറഞ്ഞു. നിങ്ങളുടെ എവിടെയാണ് കറക്റ്റ് സ്ഥലം എന്ന് ചോദിച്ചു. അതിനൊന്നും റിപ്ലൈ ഇല്ല എനിക്ക്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് കിട്ടിയ ചാൻസിൽ ഒരു മെസ്സേജ് വിട്ടിട്ട് പോയി എന്നാണ്. എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും ഇവരെ അറിയിച്ചെങ്കിൽ എന്നെ ഒന്ന് ഇൻബോക്സിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഇത് അറിയാവുന്ന ആൾക്കാരൊക്കെ കുറച്ചും കൂടെ മെജോറിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് അതിനൊരു കുറച്ച് സ്ട്രോങ് ആവുകയുള്ളൂ ആ ഒരു പ്രശ്നം. അതാക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളിങ്ങനെ വെറുതെ അത് ഒരാൾ നമ്മളെ ഹെൽപ്പിന് ചോദിക്കാൻ നേരത്തെ അതുപോലെ ഇങ്ങനത്തെ രീതിയിലാവുമ്പോൾ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം നോക്കി കേൾക്കാൻ നേരത്തെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് പ്രതികരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ഷെയർ ചെയ്തിട്ടോ അതല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടോ ഒരു കാര്യമല്ല. പറ്റാണ്ട് നോക്കുക എന്നുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്വം. അതിലിപ്പോ എനിക്കിത് എന്നോടിത് പറഞ്ഞപ്പോ അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവും, എന്തെങ്കിലും ഒരു അതൊരു ഹെൽപ്ഫുൾ ആവും എന്നുള്ള ഒരു വിചാരത്തോടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഇത് ഇൻബോക്സിൽ വെച്ചിരുന്നോണ്ട് കാര്യമല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ, ആർക്കെങ്കിലും ഈ സ്ത്രീയെ അറിയിച്ചെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് അറിയിച്ചെങ്കിൽ, നമ്പർ അറിയിച്ചെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ ഇൻസ്റ്റഗ്രാമിൽ, എൻ്റെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ സെയിം യൂസർ നെയിമാണ്, ഒറ്റ നെയിമാണ്. ഇതിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് എത്രയും പെട്ടെന്ന് ആരിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 15 കിലോമീറ്ററോളം ഉണ്ട് പെരിന്തൽമണ്ണ സ്റ്റേഷനിലേക്ക്. അപ്പം മണ്ണാർക്കാട് സ്റ്റേഷനല്ല, ഞാൻ പെരിന്തൽമണ്ണ സ്റ്റേഷനിലാണ് ഇത് കൊടുക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് അവിടെ അറിയുന്ന കുറച്ച് പോലീസുകാരുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് ഈ മെസ്സേജ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് എന്ത് നടപടിയാണ് എടുക്കുക, അതിന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ തട്ടി മാറ്റരുത്, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ CIനെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും പുള്ളിക്കാരന്റെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവര് എന്താണെന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫേക്ക് ആണെങ്കിൽ ആയിക്കോട്ടെ, ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ നേരിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ. കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഇങ്ങനെ ആൾക്കാരെ അറിയിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരെ അത് അറിയിപ്പിക്കുക, അതോറിറ്റീസിനെ അറിയിപ്പിക്കുക എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി അത് നമ്മൾ ചെയ്തു. ഇനി ബാക്കി അത് ശരിക്കുള്ളതാണെങ്കിൽ അത് അവര് ഫ്രീ ആവട്ടെ. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഫേക്ക് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നുണ്ടെങ്കിലും പോലീസുകാര് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ അന്വേഷിക്കട്ടെ. അപ്പോൾ മാക്സിമം അത് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ. ഓക്കെ.